നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. പഴഞ്ഞിയിൽ ബൈക്കിടിച്ച് വഴിയാത്രക്കാരൻ മരിച്ചു. മലബാർ സ്വതന്ത്ര സുറിയാനി പള്ളിക്ക് സമീപം മങ്ങാട് മൂലയിൽ വെച്ച് ബൈക്കിടിച്ച് പരിക്കേറ്റ കാട്ടകമ്പാൽ കാക്കശ്ശേരി വീട്ടിൽ 72 വയസ്സുള്ള ബെന്നിയാണ് മരിച്ചത്. അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. കുന്നംകുളത്ത് അദാനി ഗ്യാസ് പൈപ്പ് ലൈൻ പൊട്ടിത്തെറിച്ച് ഗൃഹനാഥയ്ക്ക് പൊള്ളലേറ്റ സംഭവം. സുരക്ഷാ വീഴ്ചയിൽ വ്യാപക പ്രതിഷേധം. ഉന്നതാധികാരികൾക്ക് പരാതി നൽകാനൊരുങ്ങി നാട്ടുകാർ. കാട്ടുപന്നി ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ടെമ്പോ ട്രാവലർ മരത്തിലിടിച്ച് അപകടം. യാത്രക്കാരായ 15 പേർക്ക് പരിക്ക്. വടക്കാഞ്ചേരി ഗുരുവായൂർ സംസ്ഥാന പാതയിൽ എരുമപ്പെട്ടി മുട്ടിക്കൽ സെന്ററിന് സമീപം ഇന്ന് പുലർച്ചെ 1:30 അപകടം. കാട്ടകമ്പാൽ മാർ ഇഗ്നാത്തിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ മോഷണം. കാട്ടകമ്പാൽ അച്ഛന്റെ കബറിടത്തിൽ വെച്ചിരുന്ന നിലവിളക്ക് മോഷണം പോയി. ഗേറ്റ് ചാടിക്കടന്നെത്തിയ കള്ളൻ നിലവിളക്കുമായി പോകുന്ന ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം. നടുമുറി എൽദോമാർ ബസേലിയോസ് കുരിശുപള്ളിയിലെ തൂക്കുവിളക്കും മോഷണം പോയി. കടങ്ങോട് പഞ്ചായത്ത് LDF ഭരണസമിതിക്കെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പൊതുയോഗം സംഘടിപ്പിച്ചു. വെള്ളാർക്കാട് തിപ്പലശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് പരാതി പറയാനെത്തിയ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കള്ളപ്പരാതി നൽകി കേസെടുപ്പിച്ചെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. പഴഞ്ഞിയിൽ ബൈക്കിടിച്ച് വഴിയാത്രക്കാരൻ മരിച്ചു. മലബാർ സ്വതന്ത്ര സുറിയാനി പള്ളിക്ക് സമീപം മങ്ങാട് മൂലയിൽ വെച്ച് ബൈക്കിടിച്ച് പരിക്കേറ്റ കാട്ടകമ്പാൽ കാക്കശ്ശേരി വീട്ടിൽ 72 വയസ്സുള്ള ബെന്നിയാണ് മരിച്ചത്. റോഡിലൂടെ നടന്നു പോകുകയായിരുന്ന ബെന്നിയെ ബൈക്കിടിച്ച് വീഴ്ത്തുകയായിരുന്നു. അപകടത്തിൽ പഴഞ്ഞി സ്വദേശികളായ അന്തിക്കാട് വീട്ടിൽ അനീഷ്, സുനി എന്നിവർക്കും പരിക്കേറ്റിരുന്നു. കുന്നംകുളം അഷ്റഫ് കൂട്ടായ്മ, ചിറക്കൽ EMS ആംബുലൻസ് പ്രവർത്തകർ എന്നിവർ ചേർന്ന് പരിക്കേറ്റവരെ കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ബെന്നി തൃശൂർ ദയ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി 9:00 അപകടം. എരുമപ്പെട്ടി മുട്ടിക്കൽ സെന്ററിന് സമീപം കാട്ടുപന്നി ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ടെമ്പോ ട്രാവലർ മരത്തിലിടിച്ച് യാത്രക്കാരായ 15 പേർക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ 1:30 വടക്കാഞ്ചേരി ഗുരുവായൂർ സംസ്ഥാന പാതയിൽ എരുമപ്പെട്ടി മുട്ടിക്കലിലാണ് അപകടമുണ്ടായത്. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് പോകുകയായിരുന്ന പാലക്കാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. പാലക്കാട് സ്വദേശികളായ രഞ്ജിത്ത്, അശ്വിൻ, നേത്ര, ബാലസുബ്രഹ്മണ്യൻ, കണ്ണൻ, അനുശ്രീ, സുവർണ എന്നിവരെ എരുമപ്പെട്ടി എക്സ് ആംബുലൻസിലും സുകുമാരി, ലത, വിനോദ്, സുമതി, ഭാഗ്യവ്, ദീപ്ത, ഭരത്, രത്നകുമാർ എന്നിവരെ വടക്കാഞ്ചേരി എക്സ് ആംബുലൻസിലും വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സാരമായി പരിക്കുപറ്റിയ സുവർണ, രഞ്ജിത്ത്, വിനോദ്, ബാലസുബ്രഹ്മണ്യൻ, സുകുമാരി എന്നിവരെ പിന്നീട് തൃശൂർ ജൂബിലി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കുന്നംകുളത്ത് അദാനി ഗ്യാസ് പൈപ്പ് ലൈൻ പൊട്ടിത്തെറിച്ച് ഗൃഹനാഥയ്ക്ക് പൊള്ളലേറ്റ സംഭവം. സുരക്ഷാ വീഴ്ചയിൽ വ്യാപക പ്രതിഷേധം. കുറുക്കൻപാറ ഗ്രീൻ പാർക്കിന് സമീപം പൈപ്പ് വഴി വിതരണം ചെയ്യുന്ന പാചകവാതകം ചോർന്നതിനെ തുടർന്നുണ്ടായ പൊട്ടിത്തെറിയിൽ ഒരാൾക്ക് പൊള്ളലേറ്റ സംഭവത്തിലാണ് സുരക്ഷാ വീഴ്ചയിൽ വ്യാപക പ്രതിഷേധമുയരുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് അധികൃതർക്ക് പരാതി നൽകാനൊരുങ്ങുകയാണ് നാട്ടുകാർ. കഴിഞ്ഞ ദിവസമാണ് കുന്നംകുളം കുറുക്കൻപാറ സ്വദേശിനി ചോഴിയാട്ടിൽ വീട്ടിൽ 78 വയസ്സുള്ള ലീലയ്ക്ക് പരിക്കേറ്റത്. സംഭവത്തിൽ വലിയൊരു ദുരന്തമാണ് ഒഴിവായത്. വീട്ടിലെ കുളിമുറിയിൽ വെച്ചാണ് സ്ഫോടനമുണ്ടായത്. വാട്ടർ ഹീറ്റർ ഓഫ് ചെയ്യുന്നതിനിടയിലുണ്ടായ ചെറിയ ഒരു സ്പാർക്ക് ഗ്യാസുമായി സമ്പർക്കത്തിൽ വന്നതാണ് പൊട്ടിത്തെറിക്ക് കാരണമായതെന്ന് വീട്ടുകാർ പറഞ്ഞു. സംഭവ സമയത്ത് വീടിന്റെ പരിസരത്ത് ഗ്യാസിന്റെ രൂക്ഷമായ മണമുണ്ടായിരുന്നതായി വീട്ടുകാർ മൊഴി നൽകി. കുളിമുറിക്കകത്ത് പെട്ടെന്നുണ്ടായ തീഗോളത്തിൽപ്പെട്ട് വാതിൽ തകർന്നു വീഴുകയായിരുന്നു. വിവരമറിഞ്ഞ് അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി പരിശോധന നടത്തി. തുടർന്ന് അദാനി ഗ്യാസ് കമ്പനിയുടെ ജീവനക്കാരെത്തി ഗ്യാസ് ഡിറ്റക്ടർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ വാതക ചോർച്ച സ്ഥിരീകരിച്ചു. കുളിമുറിക്ക് സമീപത്തുകൂടി അടുക്കളയിലേക്ക് കടന്നുപോകുന്ന ഗ്യാസ് കണക്ഷന്റെ മീറ്ററിന് താഴെ നിന്നാണ് ചോർച്ച കണ്ടെത്തിയത്. അധികൃതർ സ്ഥലത്തെത്തി പൈപ്പ് പുറത്തെടുത്ത് ചോർച്ച പരിഹരിക്കുകയായിരുന്നു. അതേസമയം ഈ പ്രദേശത്ത് ഇത്തരത്തിൽ വാതക ചോർച്ച ഉണ്ടാകുന്നത് ആദ്യമായല്ലെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. നേരത്തെയും ഇവിടെ പൈപ്പ് ലൈനിൽ ചോർച്ച ഉണ്ടായതിനെ തുടർന്ന് മീറ്റർ മാറ്റി സ്ഥാപിച്ചിരുന്നു. എന്നാൽ അതിനുശേഷവും മീറ്ററിൽ നിന്ന് അസ്വാഭാവികമായ ശബ്ദമുണ്ടായെന്നും ഇക്കാര്യം അധികൃതരെ പലതവണ അറിയിച്ചിട്ടും അവർ തിരിഞ്ഞു നോക്കിയില്ലെന്നും വീട്ടുകാർ ആരോപിച്ചു. തൃശൂർ റോഡിലും കുറുക്കൻപാറയിലെ വിവിധ ഭാഗങ്ങളിലും
പൈപ്പ് ലൈനുകൾ പൊട്ടി വാതക ചോർച്ചയുണ്ടാകുന്നത് പതിവായിരിക്കുകയാണ്. ഇത്തരം സംഭവങ്ങളിൽ പരാതി നൽകിയാൽ പോലും അദാനി ഗ്യാസ് അധികൃതർ വേണ്ടത്ര ഗൗരവത്തോടെ അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് ഉപഭോക്താക്കൾ വലിയ ആശങ്ക പ്രകടിപ്പിക്കുന്നു. മനുഷ്യജീവന് ഭീഷണിയാകുന്ന രീതിയിലുള്ള കമ്പനിയുടെ ഈ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയത്തിനെതിരെ പുസ്തകവും വായനയും ആയുധമാക്കണമെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. എളവള്ളി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും ഗ്രന്ഥശാല പ്രവർത്തകനുമായ CF രാജൻ രചിച്ച മാനവൻ കേഴുന്ന ലോകം എന്ന നോവൽ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എളവള്ളി ഗ്രാമപഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ നടന്ന പുസ്തക പ്രകാശന ചടങ്ങിൽ RI അബ്ദുൽ ഹക്കീം അധ്യക്ഷനായി. കാലിക്കറ്റ് സർവകലാശാല മുൻ രജിസ്ട്രാർ ഡോക്ടർ CL ജോഷി ആദ്യ പ്രതി ഏറ്റുവാങ്ങി. കവി പ്രസാദ് കാക്കശ്ശേരി പുസ്തക പരിചയം നടത്തി. എളവള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശോകൻ മൂക്കോല, TT ശിവദാസൻ, PG സുബിദാസ്, BR സന്തോഷ്, PA ഷൈൻ, CT ജാൻസി, ആനി ജോസ്, തുളസി രാമചന്ദ്രൻ, ദേവദാസ് ആനേടത്ത് എന്നിവർ സംസാരിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെയും സ്വതന്ത്ര കലാപരിഷത്ത് വായനശാലയുടെയും സംഘടനത്തിൽ നടന്ന പുസ്തക പ്രകാശന സദസ്സിൽ നാട്യ കലാവേദിയുടെ വീരനാട്യവും വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. കടങ്ങോട് പഞ്ചായത്ത് LDF ഭരണസമിതിക്കെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പൊതുയോഗം സംഘടിപ്പിച്ചു. വെള്ളാർക്കാട് തിപ്പലശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് പരാതി പറയാനെത്തിയ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കള്ളപ്പരാതി നൽകി കേസെടുപ്പിച്ചെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിന്റെ നിർമ്മാണത്തിന് 4.5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് MLAയും LDF പഞ്ചായത്ത് ഭരണസമിതിയും 2 തവണ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയിരുന്നുവെന്നും നിർമ്മാണം നടക്കാതിരിക്കുകയും കുഴികളിൽ ചാടി ബൈക്ക് യാത്രക്കാർ വീണ് പരിക്കുപറ്റുന്നത് നിത്യസംഭവമാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് നാട്ടിലെ യുവാക്കൾ പരാതി പറയുവാൻ പഞ്ചായത്തിലെത്തിയത് എന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അനുമതിയോടെയാണ് ഇവർ ഭരണസമിതി യോഗ ഹാളിലേക്ക് എത്തിയത്. പ്രസിഡന്റുമായി സംസാരിച്ച് മടങ്ങുന്നതിനിടയിൽ ചില CPIM മെമ്പർമാർ മനഃപൂർവ്വം വാക്കേറ്റമുണ്ടാക്കി സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയായിരുന്നുവെന്നും കോൺഗ്രസ് മെമ്പർമാർ ഇടപെട്ടതിനെ തുടർന്ന് സമാധാനപരമായാണ് ഇവർ തിരിച്ചു പോന്നത് എന്നും നേതാക്കൾ പറഞ്ഞു. എന്നാൽ ഇതിനുശേഷം CPIM ഏരിയ ലോക്കൽ കമ്മിറ്റികളുടെ നിർദ്ദേശപ്രകാരം രാഷ്ട്രീയ ലക്ഷ്യത്തോടെ കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ള യുവാക്കൾക്കെതിരെ പഞ്ചായത്ത് സെക്രട്ടറി പോലീസിൽ പരാതി നൽകുകയായിരുന്നുവെന്നും യുവാക്കൾ യോഗത്തിൽ അക്രമം നടത്തിയിട്ടില്ലെന്നും പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് താൻ പരാതി നൽകിയതെന്ന് സെക്രട്ടറി പോലീസിൽ അറിയിച്ചതായും ഇവർ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷമായി MLAയും MP യും പഞ്ചായത്തും ഉൾപ്പെടുന്ന CPIM വാഗ്ദാനം നൽകി ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നേതൃത്വം വ്യക്തമാക്കി. കാരായി രാജനെ MLA ആക്കിയ പാർട്ടി കാരായി രാജൻ ഫസലിനെ കൊന്ന കേസിലെ പ്രതി, പിന്നെയോ കോടിസുനിയുടെ പാർട്ടി, കോടിസുനിയെ സംരക്ഷിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി കിർമാനി മനോജിനെയും ട്രൗസർ മനോജിനെയും അതുപോലെ തന്നെ ഷാഫിയെ നമ്മുടെ പ്രിയപ്പെട്ട ഷുഹൈബിനെ കൊന്നവരെയും അതുപോലെ അരിയൽ ഷുക്കൂറിനെ കൊന്നവരെയും സംരക്ഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഒരു ജനാധിപത്യ രൂപത്തിൽ റോഡ് പണിയണമെന്ന് ആവശ്യപ്പെട്ട് ചെന്ന ചെറുപ്പക്കാരെ ഗുണ്ടകളെന്ന് വിളിക്കുക. വെള്ളറക്കാട് സെന്ററിൽ നടന്ന പൊതുയോഗം കോൺഗ്രസ് പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ PN വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷർഫു പന്നിത്തടം അധ്യക്ഷനായി. ബ്ലോക്ക് സെക്രട്ടറിമാരായ MH നൌഷാദ്, അക്ബർ അലി, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആൻഡോ പോൾ, സലാം വലിയകത്ത്, പ്രകാശൻ പേങ്ങാട്ടുപാറ, രഞ്ജു താരു, ഷൈനി തമ്പി, VM ഇബ്രാഹിം, NV ആന്റണി മാസ്റ്റർ എന്നിവരും പഞ്ചായത്ത് മെമ്പർമാരും സംസാരിച്ചു. കാട്ടകമ്പാൽ മാർ ഇഗ്നാത്തിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ മോഷണം. കാട്ടകമ്പാൽ അച്ഛന്റെ കബറിടത്തിൽ വെച്ചിരുന്ന നിലവിളക്ക് മോഷണം പോയി. ശനിയാഴ്ച പുലർച്ചെയാണ് കവർച്ച. ഗേറ്റ് ചാടിക്കടന്നെത്തിയ കള്ളൻ നിലവിളക്കുമായി പോകുന്ന ദൃശ്യങ്ങൾ പള്ളിയിലെ CCTV ക്യാമറയിൽ വ്യക്തമായിട്ടുണ്ട്. നടുമുറി എൽദോമാർ ബസേലിയോസ് കുരിശുപള്ളിയിലെ തൂക്കുവിളക്കും മോഷണം പോയി. പള്ളി ഭരണസമിതി കുന്നംകുളം പോലീസിൽ പരാതി നൽകി. പൊന്നയൂർകുളം ഉപ്പുങ്ങലിൽ 2 ഇടങ്ങളിൽ സാമൂഹ്യവിരുദ്ധർ ശുചിമുറി മാലിന്യങ്ങൾ തള്ളിയതായി പരാതി. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി അറിയിച്ചു. ഞായറാഴ്ച പുലർച്ചെയാണ് ഉപ്പുങ്ങൽ കടവത്തും പാലായ്ക്കൽ കടവത്തും ശുചിമുറി മാലിന്യങ്ങൾ തള്ളിയിട്ടുള്ളത്. പ്രദേശത്ത് രൂക്ഷമായ ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് പരിശോധന നടത്തിയപ്പോഴാണ് മാലിന്യം തള്ളിയത് ശ്രദ്ധയിൽപ്പെട്ടത്.
തുടർന്ന് നാട്ടുകാർ പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരിയെയും വാർഡ് മെമ്പർ നദീറ ഷെരീഫിനെയും വിവരം നൽകിയതനുസരിച്ച് പ്രസിഡന്റ് വടക്കേകാട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഇതിനു മുമ്പും ഇവിടെ ഇത്തരത്തിൽ സാമൂഹ്യ വിരുദ്ധർ ശുചിമുറി മാലിന്യം തള്ളിയിരുന്നു. നാട്ടുകാർ പരാതി നൽകിയെങ്കിലും ഒരു നടപടികളും ഉണ്ടായില്ല. നിലവിലെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വടക്കേകാട് പോലീസ് സ്ഥലം സന്ദർശിച്ചു. പ്രദേശത്തെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചു വരികയാണ്. പൊന്നിയൂർക്കുളം പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ KP ധർമ്മൻ, വാർഡ് അംഗങ്ങളായ നദീറ ഷെരീഫ്, അലി കണ്ണത്തയിൽ, ലിയാഖത്ത് പയ്യൂരയിൽ, മുഹമ്മദ് കുട്ടി ഉപ്പുങ്ങൽ, കമറുദ്ദീൻ തുടങ്ങിയവരും പ്രസിഡന്റിനൊപ്പം സ്ഥലം സന്ദർശിച്ചു. ഉപ്പുങ്ങൽ പാലായിക്ക ഭാഗത്തും അതുപോലെ തന്നെ ഉപ്പുങ്ങൽ കടവത്തൊക്കെ ഒഴിഞ്ഞ പ്രദേശമാണെന്ന് കണക്ക് കൂട്ടിയിട്ട് ഈ കക്കൂസ് മാലിന്യങ്ങളൊക്കെ തന്നെ തള്ളാനുള്ള ഒരു സ്ഥലമായിട്ട് പലരും കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പഞ്ചായത്ത് അതിനെതിരെ കൃത്യമായ നടപടികളുണ്ടാവും. ഇത് ശ്രദ്ധയിൽപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവരൊന്ന് അറിയിച്ചാൽ ആ വണ്ടിയുടെ നമ്പറും മറ്റു കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണെന്ന് വെച്ചെങ്കിൽ അതിന് നമുക്ക് കാര്യങ്ങൾക്ക് കുറേ എളുപ്പമുണ്ട്. പോലീസ് വരും, പോലീസ് വന്ന് അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കും. CCTV ഒക്കെ നോക്കിക്കൊണ്ട് അതിനുള്ള നടപടി എടുക്കാൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഉടനെ തന്നെ പോലീസ് വന്നിട്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോൾ അത് നമ്മളെ ശ്രദ്ധയിൽപ്പെടേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് അറിയിക്കുക തന്നെ വേണമെന്നാണ് ഈ സമയത്ത്. നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ ചായക്കടയിലേക്ക് ഇടിച്ചു കയറി. കണ്ടാണശ്ശേരി പുത്തൻകുളത്തിന് സമീപം കഴിഞ്ഞ ദിവസം രാത്രി 11:30യോടെയായിരുന്നു അപകടം. ചൂണ്ടൽ പയ്യൂർ സ്വദേശികളാണ് കാറിൽ യാത്ര ചെയ്തിരുന്നത്. വിവാഹ ചടങ്ങിൽ പങ്കെടുത്തവരെ വീടുകളിലെത്തിച്ച ശേഷം ഗുരുവായൂർ ഭാഗത്തേക്ക് തിരിച്ചു പോകുന്നതിനിടെയാണ് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടത്. തുടർന്ന് റോഡിന്റെ വശത്ത് സജ്ജമാക്കിയ ചായക്കടയിലേക്ക് കാർ പാഞ്ഞു കയറുകയായിരുന്നു. വാഹനത്തിലുണ്ടായിരുന്ന 2 പേരിൽ ഒരാൾക്ക് സാരമായ പരിക്കേറ്റിട്ടുണ്ട്. ഇയാളെ ആദ്യം ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ ആശുപത്രിയിലേക്കും മാറ്റി. കണ്ടാണശ്ശേരി സ്വദേശി ഉണ്ണികൃഷ്ണന്റെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് ചായക്കട. കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് MP സജീവ്, പഞ്ചായത്ത് അംഗം വിനു ജോൺസൺ തുടങ്ങിയവരും നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. കുന്നംകുളം നഗരസഭയുടെയും പൗരാവലിയുടെയും സംയുക്ത നേതൃത്വത്തിൽ ചിറളയത്ത് അമ്മാളു ശാന്തകുമാരിയുടെ 1ാം ചരമവാർഷിക ദിന അനുസ്മരണ പൊതുയോഗവും വിദ്യാർത്ഥികളെ അനുമോദിക്കലും നടന്നു. അമ്മാളു ശാന്തകുമാരി നഗരസഭയ്ക്ക് ഇഷ്ടദാനമായി നൽകിയ സ്ഥലത്ത് നിർമ്മിച്ച കീഴൂർ പകൽ വീട്ടിൽ നടന്ന പരിപാടി കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭയിലെ 3, 4, 5 വാർഡുകളിൽ നിന്നും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. നഗരസഭ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംഘാടക സമിതി കൺവീനർ KA അസീസ്, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ പുഷ്പ ജോൺ, മിനി മോൺസി, T സോമശേഖരൻ, ആർഷ ജിജു, വാർഡ് കൗൺസിലർമാരായ രേഷ്മ സുനിൽ, VM ഷീബ, നഗരസഭാ സെക്രട്ടറി KK മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. ചാലിശ്ശേരി കുന്നത്തേരി പൗർണമി കലാസമിതിയും TP ഉണ്ണികൃഷ്ണൻ സ്മാരക വായനശാലയും ചേർന്ന് TP ഉണ്ണികൃഷ്ണൻ മാഷ് അനുസ്മരണവും വിദ്യാർത്ഥി അനുമോദനവും നടത്തി. ശനിയാഴ്ച വൈകിട്ട് കുന്നത്തേരി ശ്രീകൃഷ്ണ ക്ഷേത്ര ഹാളിൽ നടന്ന ചടങ്ങ് ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം V സന്ധ്യ അധ്യക്ഷയായി. NSS മുൻ സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ രഞ്ജിത്ത് പയ്യഴി മുഖ്യാതിഥിയായി. KSCB വർക്കേഴ്സ് അസോസിയേഷൻ പട്ടാമ്പി ഡിവിഷൻ സെക്രട്ടറി ദിജീഷ് K അനുസ്മരണ പ്രഭാഷണം നടത്തി. ശ്രീകൃഷ്ണക്ഷേത്രം കമ്മിറ്റി ഭാരവാഹി വാസുദേവൻ പയ്യഴി, ജില്ലാ പഞ്ചായത്ത് അംഗം TK സുനിൽകുമാർ, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഖില, A ദേവദാസ്, ശിവശങ്കരൻ, പ്രേമവത്സൻ, കുടുംബശ്രീ സെക്രട്ടറി ഉഷാചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. SSLC +2, LSS, USS, മറ്റ് ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് വിശിഷ്ടാതിഥികളും പൗർണമി രക്ഷാധികാരി KA രാമകൃഷ്ണൻ, സെക്രട്ടറി KK പ്രഭാകരൻ, സുരേഷ് എന്നിവരും ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. പഞ്ചായത്തംഗം V സന്ധ്യയെ പൗർണമി രക്ഷാധികാരി KK കുമാരൻ ആദരിച്ചു. പൗർണമി പ്രസിഡന്റ് KC നിമേഷ് സ്വാഗതവും R ഗായത്രി നന്ദിയും പറഞ്ഞു. പരിപാടികൾക്ക് രക്ഷാധികാരികളായ TS സുബ്രഹ്മണ്യൻ, KV രവീന്ദ്രൻ, യുവജനവേദി ഭാരവാഹികളായ ഋതുദേവ്, കാവ്യ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം ആർത്താറ്റ് ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികന് പരിക്കേറ്റു. അഞ്ഞൂർ സ്വദേശി അച്ചൻപറമ്പിൽ വീട്ടിൽ 17 വയസ്സുള്ള ആദിത്യ മഹാദേവിനാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6:15ഓടെയാണ് അപകടം. കുന്നംകുളം ഭാഗത്തു നിന്ന് ഗുരുവായൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കും എതിർദിശയിൽ വരികയായിരുന്ന സ്കൂട്ടറും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ആർത്താറ്റ് വെച്ച് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ സ്കൂട്ടർ ബൈക്കിൽ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു.
ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ വീണ ബൈക്ക് യാത്രികന്റെ കാലിന് പരിക്കേറ്റു. അപകടം നടന്നയുടൻ തന്നെ 108 ആംബുലൻസ് പ്രവർത്തകർ സ്ഥലത്തെത്തി പരിക്കേറ്റ യുവാവിനെ കുന്നംകുളം ദയാ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ഇരുവാഹനങ്ങൾക്കും ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു. നാടിന്റെ യുവതലമുറയെ നേരിന്റെ നേർവഴിയിലേക്ക് നയിക്കാൻ ഗ്രാമീണ വായനശാലകളുടെ പങ്ക് നിർണായകമാണെന്ന് കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ പറഞ്ഞു. പെരുന്തുരുത്തി ജ്ഞാനോദയം ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ നടന്ന SSLC +2 വിജയികൾക്കുള്ള ആദരണീയം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ വായനശാല പ്രസിഡന്റ് സജി പെരുന്തുരുത്തി അധ്യക്ഷത വഹിച്ചു. വായനശാല സെക്രട്ടറി ഷഹന പെരുന്തുരുത്തി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM റസാഖ് മുഖ്യാതിഥിയായിരുന്നു. വായനശാല ഭാരവാഹികളായ അക്ഷയ്, നിധിൻ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻ ഇടവകയിൽ ചെറിയ തിരുനാളായ കക്കാട് സെന്റ് ആന്റണീസ് കപ്പേളയിലെ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ ഭക്തിനിർഭരമായി ആഘോഷിച്ചു. ശനിയാഴ്ച രാവിലെ 6:30 ഇടവക ദൈവാലയത്തിൽ നടന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് തൃശൂർ അതിരൂപത മീഡിയ കത്തോലിക്ക ഡയറക്ടർ ഫാദർ അൽജോ കരേക്കാട്ടിൽ നേതൃത്വം നൽകി. തുടർന്ന് കപ്പേളയിലേക്ക് ബൈക്ക് റാലിയുടെ അകമ്പടിയോടെ വിശുദ്ധ അന്തോണീസിന്റെ തിരുശേഷിപ്പ് എഴുന്നള്ളിപ്പുമുണ്ടായി. വൈകിട്ട് 6:30 സെന്റ് ആന്റണീസ് കപ്പേളയിൽ ആരാധനയോടെ തിരുനാൾ വേസ്പര, കുഞ്ഞന്തോണിമാരുടെ പ്രസുതേന്ത്യവാഴ്ച, വാദ്യാഘോഷങ്ങളോടെയുള്ള തിരുശേഷിപ്പ് പ്രയാണം, വർണ്ണമഴ, നേർച്ചയൂട്ട് കിറ്റ് വിതരണം എന്നിവയും നടന്നു. തിരുനാളിനോടനുബന്ധിച്ച് കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആതുരാലയം സന്ദർശിച്ച് സഹായങ്ങളും കൈമാറി. ചെറിയ തിരുനാൾ ആഘോഷങ്ങൾക്ക് ചെയർമാൻ ഫാദർ ഡെയ്സൺ മുണ്ടോപുറം, ഡീക്കൻ ജോബിൻ നടക്കൽ, വൈസ് ചെയർമാൻമാരായ സുപ്പീരിയർ സിസ്റ്റർ ബെൻസി, കൈക്കാരന്മാരായ KL ലോയിഡ്, വർഗീസ് ആന്റണി, ജോഫി ജോസഫ്, ജനറൽ കൺവീനർ പേൾജു ബേബി ചുങ്കത്ത്, ജോയിന്റ് ജനറൽ കൺവീനർ ലില്ലി ആന്റണി, സബ് കമ്മിറ്റി കൺവീനർമാരായ ലിയോൺ ജോർജ്, PR സജി, NJ ജെയ്മോൻ, CN ഇമ്മാനുവേൽ, KG ബാബു എന്നിവരടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകി. എളവള്ളി സെന്റ് ആന്റണീസ് പള്ളിയിലെ ഊട്ടുതിരുനാൾ ഭക്തിസാന്ദ്രമായി. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെ ആഘോഷമായ തിരുനാളിന്റെ ഭാഗമായുള്ള പാട്ടുകുർബാനയ്ക്ക് ഫാദർ സെബി കുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത് തിരുനാൾ സന്ദേശം നൽകി. ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ സഹകാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നിരവധി വിശ്വാസികൾ അണിനിരന്ന ഭക്തിനിർഭരമായ തിരുനാൾ പ്രദക്ഷിണവും നടന്നു. പ്രദക്ഷിണം ദേവാലയത്തിലെത്തി സമാപിച്ച ശേഷം ഊട്ടുനേർച്ച സദ്യയുടെ വെഞ്ചരിപ്പും വിതരണവും നടന്നു. നൂറുകണക്കിന് വിശ്വാസികൾ ഊട്ടുനേർച്ചയിൽ പങ്കെടുത്തു. തിരുനാൾ ആഘോഷ പരിപാടികൾക്ക് ഇടവക വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ, ട്രസ്റ്റിമാരായ സൈമൺ വടുക്കൂട്ട്, വിൻസെന്റ് കാഞ്ഞിരത്തിങ്കൽ, ആൽബിൻ ആൻഡോ ചിറയത്ത്, തിരുനാൾ ജനറൽ കൺവീനർ ആൽവിൻ പീറ്റർ എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറാന ദൈവാലയത്തിലെ പ്രതിഷ്ഠാ തിരുനാളിനോടനുബന്ധിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ സഹകരണത്തോടെ നടത്തിയ ക്യാമ്പിന്റെ ഉദ്ഘാടനം രക്തദാനം നടത്തിക്കൊണ്ട് ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ നിർവഹിച്ചു. തിരുനാൾ കൺവീനർ KC ഡേവിസ്, രക്തദാന ക്യാമ്പ് കൺവീനർ ടിനിൽ തോമസ്, ജോയിന്റ് കൺവീനർമാരായ നിതിൻ റാഫേൽ, ബീന ജെയ്സൺ, നടത്തുകൈക്കാരൻ MK ജോഷി, കേന്ദ്ര സമിതി കൺവീനർ KT സിൻഡോ, പ്രതിനിധി യോഗം സെക്രട്ടറി MD ജോജി തുടങ്ങിയവർ നേതൃത്വം നൽകി. പെരുമ്പിലാവ് ജ്ഞാനപ്രദായനി വായനശാലയുടെയും പ്രോഗ്രസീവ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിലെ സ്ത്രീ സാന്നിധ്യം എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി. ഡോക്ടർ സ്മിത ദാസ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ മുഖ്യാതിഥിയായി. സെമിനാറിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം ഓമന ബാബു, ബിന്ദു മേനോൻ എന്നിവർ വിഷയങ്ങൾ അവതരിപ്പിച്ചു. വായനശാലയുടെ മെമ്പർഷിപ്പ് വിതരണം കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡ് മെമ്പർ അബ്ദുൾ റസാഖ് നിർവഹിച്ചു. 10ാം ക്ലാസ്സിലും +2വിലും വിജയിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു. ഇതോടനുബന്ധിച്ച് ബഷീർ മണിമോന്റെ നേതൃത്വത്തിൽ പ്രോഗ്രസീവ് ഗായക സംഘം പാട്ടുനേരം ഗാനാവതരണം നടത്തി. വായനശാല സെക്രട്ടറി റംല അക്ബർ സ്വാഗതവും ക്ലബ് സെക്രട്ടറി അബ്ദുൾ സലാം നന്ദിയും പറഞ്ഞു. ഇന്ധനവില വർധനയ്ക്കെതിരെ CPI കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. CPI കുന്നംകുളം മണ്ഡലം സെക്രട്ടറി പ്രേംരാജ് ചൂണ്ടലാത്ത് ധർണ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കൗൺസിൽ അംഗം KT ഷാജൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. പാർട്ടി നേതാക്കളായ TP ജോസഫ്, രഞ്ജൻ മാത്യു എന്നിവർ സംസാരിച്ചു. നേതാക്കളായ KV ശങ്കരനാരായണൻ,
കെ സുരേഷ് കുമാർ, ജോൺസൺ മാഷ്, കെ പ്രകാശൻ, എ ഷമീർ, അനോജ് വേലൂർ എന്നിവർ പ്രതിഷേധ പ്രകടനത്തിനും ധർണയ്ക്കും നേതൃത്വം നൽകി. ചാലിശ്ശേരി കല്ലുംപുറം റോഡിൽ പാഴ്ചെടികളും മരക്കൊമ്പുകളും റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്നത് വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും ദുരിതമാകുന്നു. തൃശൂർ പാലക്കാട് ജില്ലാതിർത്തി കവുക്കോട് പാലം മുതൽ ഏകദേശം 300 മീറ്ററിലധികം ദൂരത്തിൽ റോഡിന്റെ ഇരുവശങ്ങളിലുമായി വളർന്നു നിൽക്കുന്ന പാഴ്ചെടികളും മരക്കൊമ്പുകളും ഗതാഗതത്തിന് തടസ്സം സൃഷ്ടിക്കുകയാണ്. പാഴ്ചെടികൾ വളർന്ന് റോഡിന്റെ വീതി കുറയുന്നതിനാൽ എതിർദിശകളിൽ നിന്ന് വാഹനങ്ങൾ ഒരേ സമയം എത്തുമ്പോൾ വാഹനയാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരികയും ഇത് വാക്കുതർക്കങ്ങൾക്കും കാരണമാവുകയും ചെയ്യുന്നുണ്ട്. കാൽനടയാത്രക്കാരും സ്കൂൾ വിദ്യാർത്ഥികളും ഇതിലൂടെ സഞ്ചരിക്കുന്നത് അപകട ഭീഷണിയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. മഴക്കാലമായതോടെ പാഴ്ചെടികളുടെ വളർച്ച കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്. റോഡരികിലെ പുല്ലും കുറ്റിച്ചെടികളും മറ്റും അധികൃതർ അടിയന്തരമായി വെട്ടിമാറ്റി സുരക്ഷിത യാത്രാ സൗകര്യം ഉറപ്പാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. CPI വടക്കേക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MC കുഞ്ഞുമോൻ അനുസ്മരണവും CPI കുടുംബസംഗമവും നടത്തി. ഞമനങ്ങാട് കൊടമന നാരായണൻ നായർ വായനശാലയിൽ സംഘടിപ്പിച്ച ചടങ്ങ് CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി EM സതീശൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര വിതരണ ഉദ്ഘാടനവും സതീശൻ നിർവഹിച്ചു. CPI വടക്കേക്കാട് ലോക്കൽ കമ്മിറ്റി ജിയോ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരങ്ങളുടെ വിതരണം ഗുരുവായൂർ നഗരസഭ വൈസ് ചെയർമാൻ KK ജ്യോതിരാജ് നിർവഹിച്ചു. പ്രദേശത്തെ മുൻകാല നേതാവായ NK മണിയെയും ചടങ്ങിൽ ആദരിച്ചു. ഫാൻസി ജോസ് കോട്ടപ്പടി മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു. മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ VM മനോജ്, ലോക്കൽ സെക്രട്ടറി സുധീഷ് അമരായിൽ, KM ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കോട്ടേക്കാട് ഫൊറോന CLC പുറ്റേക്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തുന്ന CLC ത്രിദിന പരിശീലന ക്യാമ്പിൽ ലോക രക്തദാന ദിനാചരണവും പ്രതിജ്ഞയെടുക്കലും നടന്നു. 78 തവണ രക്തം ദാനം ചെയ്ത മേജർ PJ സ്റ്റേജു പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ബോധവൽക്കരണത്തിന് കോട്ടേക്കാട് ഫൊറോന പ്രസിഡന്റ് ആൻ തെരേസ റോജൻ, സെക്രട്ടറി PA റൊണാൾഡ്, ട്രഷറർ എയ്ജോ ഷാജു എന്നിവരോടൊപ്പം ക്യാമ്പിലെ മറ്റ് CLC ഭാരവാഹികളും പങ്കെടുത്തു. വെള്ളിയാഴ്ച ആരംഭിച്ച പരിശീലനം ഞായറാഴ്ച വൈകിട്ട് സമാപിക്കും. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡിൽ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയവരെയും മികച്ച വിജയം കൈവരിച്ച പ്രതിഭകളെയും ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബുവിന്റെ നേതൃത്വത്തിൽ വീടുകളിലെത്തിയായിരുന്നു ആദരം. 8ാം വാർഡ് മെമ്പർ മിൽന സിൻഡോ, മുൻ മെമ്പർ M ഗിരീഷ്, VD ജേക്കബ്, MA ധർമ്മരാജൻ, സുലൈമാൻ, മുഹമ്മദ് ഉണ്ണി, VG ഡൈസൺ, നോമിസ് C സൈമൺ, സിൻഡോ വെള്ളറ എന്നിവരും പ്രസിഡന്റിനൊപ്പമുണ്ടായിരുന്നു. അഞ്ഞൂർ അങ്ങാടിയിലെ വിശുദ്ധ അന്തോണീസിന്റെ കപ്പേളയിൽ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. വൈകിട്ട് കത്തോലിക്ക ദേവാലയത്തിലെ കുർബാനയ്ക്കു ശേഷം ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ കുരിശുപള്ളിയിലേക്ക് പ്രദക്ഷിണം നടന്നു. തുടർന്ന് കുരിശുപള്ളിയിൽ ലതിഞ്ഞ്, നൊവേന എന്നിവയ്ക്കു ശേഷം നേർച്ചയൂട്ടും പായസ വിതരണവും ഉണ്ടായി. അഞ്ഞൂർ കത്തോലിക്ക പള്ളി വികാരി സിൻഡോ പാറയിൽ നേതൃത്വം നൽകി. തിരുനാളിനോടനുബന്ധിച്ച് രാഗദീപം, കൈരളി ബാൻഡ് സംഘങ്ങളുടെ ബാൻഡ് മേളവും അരങ്ങേറി. അന്താരാഷ്ട്ര പുരസ്കാര തിളക്കത്തിൽ വിദ്യാഭ്യാസ പ്രവർത്തകനും അധ്യാപകനുമായ MS ഷബീർ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നൽകിയ അപ്രിസിയേഷൻ അവാർഡ് അദ്ദേഹം ഏറ്റുവാങ്ങി. തിരുവനന്തപുരത്ത് നടന്ന കൂടിക്കാഴ്ചയിലാണ് മുഖ്യമന്ത്രി VD സതീശനിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങിയത്. വിദ്യാഭ്യാസ രംഗത്ത് നടത്തിയ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായാണ് വടക്കേക്കാട് സ്വദേശിയായ ഷബീറിന് ഈ അന്താരാഷ്ട്ര ബഹുമതി ലഭിച്ചത്. പുരസ്കാരം സ്വീകരിക്കുന്നതിനോടൊപ്പം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ കൂടുതൽ ആധുനികവും തൊഴിൽ കേന്ദ്രീകൃതവുമാക്കി മാറ്റുന്നതിനുള്ള വിവിധ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന വിശദമായ റിപ്പോർട്ടും അദ്ദേഹം മുഖ്യമന്ത്രിക്ക് കൈമാറി. അധ്യാപകരായ അബ്ദുൾ മുഹീസ്, മുഹമ്മദ് മിയാസ്, തസ്ലീം, സലീം മാരാത്ത്, OM ജാബിർ എന്നിവരും സന്നിഹിതരായിരുന്നു.
കേരള കർഷക തൊഴിലാളി യൂണിയൻ KSKTU അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായിരുന്ന PK കുഞ്ഞച്ചൻ ദിനം കാട്ടകമ്പാലിൽ ആചരിച്ചു. വില്ലേജ് കമ്മിറ്റി നടത്തിയ ചടങ്ങിൽ പുഷ്പാർച്ചനയും പതാക ഉയർത്തലും വില്ലേജ് സെക്രട്ടറി സന്തോഷ് കൊളത്തേരി നിർവഹിച്ചു. കർഷക തൊഴിലാളി യൂണിയൻ വില്ലേജ് പ്രസിഡന്റ് TK രാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വില്ലേജ് വൈസ് പ്രസിഡന്റ് KK വിശ്വനാഥൻ സ്വാഗതവും KSKTU നടുമുറി യൂണിറ്റ് സെക്രട്ടറി ശാന്തി ഭാസ്കരൻ നന്ദിയും പറഞ്ഞു. കേരള പ്രകൃതി സംരക്ഷണ സംഘം നേതൃത്വത്തിൽ കൂറ്റനാട് കെന്റ് പബ്ലിക് സ്കൂളിൽ ലോക പരിസ്ഥിതി വാരാചരണം സംഘടിപ്പിച്ചു. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ N പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ ജോബി പോൾ അധ്യക്ഷത വഹിച്ചു. പദ്ധതിയുടെ ഭാഗമായി പുറത്തിറക്കിയ ബ്രോഷർ പ്രകൃതി സംരക്ഷണ സംഘം പാലക്കാട് ജില്ലാ സെക്രട്ടറി പ്രദീപ് ചെറുവാശ്ശേരി സ്കൂൾ അധികൃതർക്ക് കൈമാറി. സംസ്ഥാന കോർഡിനേറ്റർ N ഷാജി തോമസ് വൃക്ഷത്തൈ കൈമാറ്റം നടത്തി. സിവിൽ പോലീസ് ഓഫീസർ അബ്ദുൾ കരീം പരിസ്ഥിതി ദിന സന്ദേശം നൽകി. സിവിൽ പോലീസ് ഓഫീസർ T ബെന്നി, അധ്യാപകരായ NS ഗീത, VM കാർത്തിക തുടങ്ങിയവർ സംസാരിച്ചു. പരിസ്ഥിതി ദിന ക്വിസ് മത്സരത്തിൽ വിജയികളായ ആദിത്യ മേനോൻ, ആദിദേവ് ജയേഷ് എന്നിവർക്ക് സമ്മാനങ്ങൾ നൽകി. സ്കൂൾ അങ്കണത്തിൽ വൃക്ഷത്തൈ നട്ടുപിടിപ്പിച്ചു. ചരമം. പെരുമ്പിലാവ് ഒറ്റപ്പിലാവ് മണാളത്ത് വളപ്പിൽ പരേതനായ അബ്ദുറഹ്മാൻ മകൻ അഹമ്മദ് ഉണ്ണി നിര്യാതനായി. 80 വയസ്സായിരുന്നു. റിട്ടയർഡ് KSEB ഉദ്യോഗസ്ഥനാണ്. ഖബറടക്കം ഒറ്റപ്പിലാവ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. സുലൈഖ ഭാര്യയും ഷാജഹാൻ, ഷീജ എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പഴഞ്ഞിയിൽ ബൈക്കിടിച്ച് വഴിയാത്രക്കാരൻ മരിച്ചു. മലബാർ സ്വതന്ത്ര സുറിയാനി പള്ളിക്ക് സമീപം മങ്ങാട് മൂലയിൽ വെച്ച് ബൈക്കിടിച്ച് പരിക്കേറ്റ കാട്ടകമ്പാൽ കാക്കശ്ശേരി വീട്ടിൽ 72 വയസ്സുള്ള ബെന്നിയാണ് മരിച്ചത്. അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. കുന്നംകുളത്ത് അദാനി ഗ്യാസ് പൈപ്പ് ലൈൻ പൊട്ടിത്തെറിച്ച് ഗൃഹനാഥയ്ക്ക് പൊള്ളലേറ്റ സംഭവം. സുരക്ഷാ വീഴ്ചയിൽ വ്യാപക പ്രതിഷേധം. ഉന്നതാധികാരികൾക്ക് പരാതി നൽകാനൊരുങ്ങി നാട്ടുകാർ. കാട്ടുപന്നി ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ടെമ്പോ ട്രാവലർ മരത്തിലിടിച്ച് അപകടം. യാത്രക്കാരായ 15 പേർക്ക് പരിക്ക്. വടക്കാഞ്ചേരി ഗുരുവായൂർ സംസ്ഥാന പാതയിൽ എരുമപ്പെട്ടി മുട്ടിക്കൽ സെന്ററിന് സമീപം ഇന്ന് പുലർച്ചെ 1:30 അപകടം. കാട്ടകമ്പാൽ മാർ ഇഗ്നാത്തിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ മോഷണം. കാട്ടകമ്പാൽ അച്ഛന്റെ കബറിടത്തിൽ വെച്ചിരുന്ന നിലവിളക്ക് മോഷണം പോയി. ഗേറ്റ് ചാടിക്കടന്നെത്തിയ കള്ളൻ നിലവിളക്കുമായി പോകുന്ന ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം. നടുമുറി എൽദോമാർ ബസേലിയോസ് കുരിശുപള്ളിയിലെ തൂക്കുവിളക്കും മോഷണം പോയി. കടങ്ങോട് പഞ്ചായത്ത് LDF ഭരണസമിതിക്കെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പൊതുയോഗം സംഘടിപ്പിച്ചു. വെള്ളാർക്കാട് തിപ്പലശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് പരാതി പറയാനെത്തിയ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കള്ളപ്പരാതി നൽകി കേസെടുപ്പിച്ചെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.